ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ അതൊക്കെ എങ്ങനെയാണ് പറയുക? ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഇത്ര മണിക്ക് ഭക്ഷണം കഴിച്ചു, ഇത്ര സമയത്ത് ഉറങ്ങി എന്നുള്ളതൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പം ബിഗിനറായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പഠിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് പഠനം ആരംഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. അപ്പം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതിൻ്റെ മുന്നേ തന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ മറന്നു പോകരുത്. എന്താണ്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഒട്ടും സമയങ്ങളെന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മൾ ഉറങ്ങി എണീക്കുന്നത് മുതലാണ് കേട്ടോ. അപ്പം ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ 6 മണിക്ക് ഉണരുന്നു. ഞാൻ 6 മണിക്ക് ഉണരും. ഇതെങ്ങനെ പറയും? ഞാൻ 6 മണിക്ക് ഉണരും. I wake up at 6 o'clock. I wake up at 6 o'clock. ഞാൻ 6 മണിക്ക് ഉണരും. ഇനി അടുത്തത്, ഞാൻ എൻ്റെ അലാറം ഓഫ് ചെയ്യുന്നു. ഞാൻ എൻ്റെ അലാറം ഓഫ് ചെയ്യുന്നു. അലാറം വെച്ച് കിടക്കുന്ന ആളുകളുണ്ടാവും, അലാറം വെക്കാതെ കിടക്കുന്ന ആളുകളുണ്ടാവും. എന്ത് തന്നെയായാലും നമ്മളിവിടെ സെൻറ്റൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അലാറം വെക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എൻ്റെ അലാറം ഓഫ് ചെയ്യുന്നു. ഇതെങ്ങനെ പറയും? I turn off my alarm. I turn off my alarm. ഞാൻ എൻ്റെ അലാറം ഓഫ് ചെയ്യുന്നു. ഇനി ഞാൻ കിടക്കയിൽ നിന്നും ഇറങ്ങുന്നു. ഞാൻ കിടക്കയിൽ നിന്നും ഇറങ്ങുന്നു. നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. അതെങ്ങനെ പറയാം? I get out of bed. I get out of bed. I get out of bed. ഞാൻ കിടക്കയിൽ നിന്നും ഇറങ്ങുന്നു. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾ മെയിനായിട്ടും ഉറങ്ങി എണീറ്റാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മുടെ ഫോണൊന്ന് നോക്കും. ഏതൊക്കെ മെസ്സേജുകളുണ്ട്, എന്തൊക്കെയാണ് പുതിയ ന്യൂസ് കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണല്ലേ പലപ്പോഴും എഴുന്നേൽക്കാറ് പോലും ഉള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? ഞാൻ എൻ്റെ ഫോണ് ചെക്ക് ചെയ്യുന്നു. I check my phone. I check my phone. ഞാൻ എൻ്റെ ഫോൺ പരിശോധിക്കുന്നു. I check my phone. അടുത്തതെന്ന് പറയുന്നത് ഞാൻ കുളിമുറിയിൽ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ബാത്റൂമിൽ പോകുന്നു, ഞാൻ ടോയ്ലറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്നു എന്നൊക്കെ പറയണം. അതെങ്ങനെയായിരിക്കും പറയാം? I go to the bathroom, അല്ലെങ്കിൽ I go to the toilet. I go to the washroom. അങ്ങനെയൊക്കെ പറയാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ മുഖം കഴുകുന്നു. ഞാൻ മുഖം കഴുകുന്നു. അടുത്തത് എന്താണ്? നമ്മൾ ബാത്റൂമിൽ പോയി മുഖം കഴുകാണ്. അപ്പം ഞാൻ മുഖം കഴുകുന്നു. I wash my face. I wash my face. I wash my face. ഞാൻ എൻ്റെ മുഖം കഴുകുന്നു. ഇനി ഞാൻ പല്ല് തേക്കുന്നു. അടുത്ത എന്താണ്? ഞാൻ പല്ല് തേക്കുന്നു. I brush my teeth. I brush my teeth. ഞാൻ പല്ല് തേക്കുന്നു. I brush my teeth. അതേപോലെ തന്നെ ഞാൻ എൻ്റെ കൈകൾ കഴുകുന്നു. ഞാൻ എൻ്റെ കൈകൾ കഴുകുന്നു. I wash my hands. I wash my hands. ഞാൻ എൻ്റെ കൈകൾ കഴുകുന്നു. I wash my hands. അടുത്തത് ഞാൻ കുളിക്കുന്നു. ഞാൻ കുളിക്കുന്നു. എങ്ങനെ പറയും? I take a shower. I take a shower. ഞാൻ കുളിക്കുന്നു. I take a shower. ഇനി അടുത്തത് ഞാൻ മുടി ചീകുന്നു. ഞാൻ എൻ്റെ മുടി ചീകുന്നു. I comb my hair. I comb my hair. ഞാൻ എൻ്റെ മുടി ചീകുന്നു. I comb my hair. ഇനി അടുത്തത് ഞാൻ വസ്ത്രം ധരിക്കുന്നു. ഞാൻ വസ്ത്രം ധരിക്കുന്നു. I get dressed. I get dressed. ഞാൻ വസ്ത്രം ധരിക്കുന്നു. I get dressed. അടുത്തത് ഞാൻ ചായ ഉണ്ടാക്കുന്നു. ഞാൻ ചായ ഉണ്ടാക്കുന്നു. I make tea. I make tea. ഞാൻ ചായ ഉണ്ടാക്കുന്നു. I make tea. Then ഞാൻ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു. ഞാൻ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു. എങ്ങനെ പറയാം? ഞാൻ പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നു. പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്?
breakfast. I prepared breakfast. I prepared breakfast. ഞാൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ തയ്യാറാക്കുന്നു. ഇനി അടുത്തത് ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. I eat breakfast. I eat breakfast. അതല്ലെങ്കിൽ I have breakfast എന്നും പറയാം. I eat breakfast. ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഷൂസ് ഇട്ടു. ഞാൻ ഷൂ ഇട്ടു. ഞാൻ ഷൂ ഇട്ടു. I put on my shoes. ഞാൻ ഷൂ ഇട്ടു. I put on my shoes. I put on my shoes. ഞാൻ ജോലിക്ക് പോകുന്നു. ഞാൻ ജോലിക്ക് പോകുന്നു. I go to work. ഞാൻ ജോലിക്ക് പോകുന്നു. I go to work. I go to work. Next, ഞാൻ ലഞ്ച് ബ്രേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ബ്രേക്ക് എടുക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെങ്ങനെ പറയാം? I take a lunch break. I take a lunch break. I take a lunch break. അടുത്തത് ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നു. I eat lunch. I eat lunch. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നു. I eat lunch. ഇനി ഞാൻ ജോലി പൂർത്തിയാക്കുന്നു. ഞാൻ ജോലി പൂർത്തിയാക്കുന്നു. I finish work. ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കുന്നു എന്നാണെങ്കിൽ I finish my work. I finish my work. I finish work. ഇനി അടുത്തത് ഞാൻ എൻ്റെ കുട്ടികളുമായി കളിക്കുന്നു. ഞാൻ എൻ്റെ കുട്ടികളുമായി കളിക്കുന്നു. I play with my children. I play with my children. ഞാൻ എൻ്റെ കുട്ടികളുമായി കളിക്കുന്നു. ഞാൻ അത്താഴം പാചകം ചെയ്യുന്നു. ഞാൻ അത്താഴം പാചകം ചെയ്യുന്നു. അത്താഴത്തിന് നമ്മൾ എങ്ങനെ പറയും? ഡിന്നർ. ഡിന്നർ. I cook dinner. I cook dinner. ഞാൻ അത്താഴം പാചകം ചെയ്യുന്നു. I cook dinner. ഞാൻ അത്താഴം കഴിക്കുന്നു. ഞാൻ അത്താഴം കഴിക്കുന്നു. I eat dinner. I eat dinner. ഞാൻ അത്താഴം കഴിക്കുന്നു. ദെൻ അത്താഴത്തിന് ശേഷം ഞാൻ വൃത്തിയാക്കുന്നു. അത്താഴത്തിന് ശേഷം ഞാൻ വൃത്തിയാക്കുന്നു. I clean up after dinner. I clean up after dinner. I clean up after dinner. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. I turn off the light. I turn off the light. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യുന്നു. I turn off the light. ഇനി ഞാൻ ഉറങ്ങുന്നു. ഞാൻ ഉറങ്ങുന്നു. I fall asleep. I fall asleep. ഞാൻ ഉറങ്ങുന്നു. I fall asleep. അപ്പം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഇന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളത് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ബിഗിനറായിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസുകളൊക്കെ പഠിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ആരും വിട്ടുപോകരുതേ. അതുപോലെ തന്നെ ഒരു തവണയും കൂടി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ.